പറഞ്ഞാൽ ഇലക്ഷന്റെ തലേന്ന് രാത്രി ഒരു 10:30 കൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ പയ്യൻ അവന്റെ ക്യു ആർ കോഡ് കൊണ്ട് അപ്പുറത്ത് കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നത്. ഞാൻ സംഭവം അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇലക്ഷന്റെ അന്ന് കട തുറന്നില്ല. അന്ന് അതിന്റെ പിറ്റേ ദിവസമാണ് കട തുറന്നത്. തുറന്നു ഒരു ഉച്ചയോടുകൂടി ആണ് സംഭവം അറിയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സൗണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട്. സൗണ്ട് ബോക്സിൽ സൗണ്ട് കേൾക്കുന്നില്ല. അങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്ത് അക്കൗണ്ട് ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല, വരാതായി. അപ്പോൾ അപ്പുറത്തൊരു പയ്യൻ വന്ന് 100 രൂപയുടെ ഒരു പെപ്സി മേടിച്ച് അവിടുന്ന് സ്കാൻ ചെയ്തു, ആ കോഡ് സ്കാൻ ചെയ്തു അയച്ചു. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ടേബിളിന്റെ ഫ്രണ്ടിൽ ഒരു QR ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഇതിൽ വന്നിട്ട് ഒരു രൂപ ഒന്ന് അയക്കാൻ പറഞ്ഞു. അവൻ നേരെ വന്ന് ഇവിടെ വന്ന് ഇതിൽ 1 രൂപ അയച്ചു. അതെൻ്റെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം അവനോട് ഞാൻ പറഞ്ഞു, ശരി നീ അപ്പുറത്ത് പോയി 1 രൂപ ഒന്ന് അയച്ചു നോക്കാൻ പറഞ്ഞു. അപ്പുറത്ത് പോയി 1 രൂപ അയച്ചപ്പോഴത്തേക്കിന് അതെൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനാണ് ഈ QR കോഡ്, ഇതിന്റെ പുറത്ത് ഈ QR കോഡാണ് അവിടെ വെച്ചിരുന്നത്. എമ്മാതിരിക്ക് തട്ടിപ്പില്ലേ. എന്തായാലും വ്യാപാരി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് പുറത്ത് സ്റ്റിക്കർ ചെയ്ത് വെച്ച ആൾക്കാരൊക്കെ പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കുക. മാക്സിമം കടകളുടെ ഉള്ളിൽ തന്നെ സ്റ്റിക്കർ ചെയ്യാൻ നോക്കുക.